ഫിൻഗാൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ രാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് എത്തിയത്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കല്ലറുച്ചി, കടലൂർ, പുതുച്ചേരി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം അടച്ചിട്ടു. അടുത്ത 24 മണിക്കൂർ അതിശക്തമായ മഴ തുടരുമെന്ന് സൂചനകൾ. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ, കരതൊട്ടിരിക്കുകയാണ് ഫിൻഗാൽ ചുഴലിക്കാറ്റ്. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ എത്രത്തോളം ശക്തമായ മഴ തുടരുന്നു? മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണോ? ദിവ്യ, തീർച്ചയായും കനത്ത മഴയും കാറ്റും വെള്ളക്കെട്ടും രൂക്ഷമാണ് തമിഴ്നാടിന്റെ തീരമേഖലകളിൽ. തമിഴ്നാട്ടിലെ തീരദേശ മേഖലയിലെ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴയാണ് ഈ ഭാഗങ്ങളിൽ ഉള്ളത്. ചെന്നൈ നഗരത്തിൽ ഒരല്പസമയം മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. കുറച്ചു മുൻപ് ചെന്നൈ നഗരത്തിൽ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലാണ്. മഴ ഇപ്പോൾ തകൃതിയായി തന്നെ പെയ്യുന്നുണ്ട്. ഒപ്പം വലിയ കാറ്റല്ലെങ്കിൽ പോലും നേരിയ തോതിലുള്ള കാറ്റ് ചെന്നൈ നഗരത്തിലുണ്ട്. പക്ഷേ പുതുച്ചേരി ഉൾപ്പെടുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് കാരക്കൽ ഉൾപ്പെടുന്ന മേഖലകളിൽ വലിയ തോതിലുള്ള കാറ്റുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇടവിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇന്ന് രാത്രി 7:30യോടെയാണ് ഫിൻഗാൽ ചുഴലിക്കാറ്റ് തീരത്തേക്ക് എത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലേക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കനത്ത മഴ ഈ ഭാഗങ്ങളിലുണ്ട്. നാഗപട്ടണം മുതൽ നെല്ലൂർ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ വരെയുള്ള തീരദേശ മേഖലയിലാണ് ഇപ്പോൾ കാറ്റും മഴയും ഉള്ളത്. നാളെ രാവിലെ വരെ ഈ മഴ ഇങ്ങനെ തന്നെ തുടരും. ഈ കാറ്റിൻ്റെ വേഗതയിലും ഏതാണ്ട് പുലർച്ചെ വരെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാലാവസ്ഥ പ്രവചനമുള്ളത്. ഇന്ന് ചെന്നൈ വിമാനത്താവളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അടച്ചിട്ടിരുന്നു. ഈ നാളെ പുലർച്ചെ 4 മണി വരെ വിമാന സർവീസുകൾ ഉണ്ടാവില്ല. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. 100-ലധികം വിമാനങ്ങൾ ചെന്നൈയിലേക്കുള്ളതും ചെന്നൈയിൽ നിന്ന് ഉയരേണ്ടതുമായ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം 19 വിമാന സർവീസുകളും ഇന്ന് ആകെ മാറ്റിയിരുന്നു. ട്രെയിൻ സർവീസിനെയും ഇന്ന് ആകെ ബാധിച്ചു. ചെന്നൈ നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. മറ്റിടങ്ങളിൽ ട്രെയിൻ നിർത്തി ആളുകളെ ഇറക്കേണ്ട സാഹചര്യം വന്നിരുന്നു. സബർബൻ ട്രെയിനുകളുടെയൊക്കെ പ്രവർത്തനവും ഇന്ന് ആകെ നിലച്ചിരുന്നു. രാത്രിയോടെ മഴയും കാറ്റും ശക്തി പ്രാപിച്ചതോടു കൂടി തന്നെ അതീവ ജാഗ്രതയിലാണ് ഉള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ വളരെ സജീവമായിട്ടുണ്ട്. കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. നഗരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 3 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൈദ്യുതി കമ്പി പൊട്ടി വീണ് ഷോക്കേറ്റും അതുപോലെ തന്നെ ATM-ൽ നിന്ന് പണമെടുക്കാൻ പോയ ഒരാളുമാണ് മരണപ്പെട്ടത്. അങ്ങനെ 3 പേരുടെ മരണം മഴക്കെടുതിയുടെ ഭാഗമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കാറ്റ് തുടരുകയാണ്. ഫിൻഗാൽ അതിന്റെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആഞ്ഞു വീശുകയാണ്. വരും മണിക്കൂറുകളിൽ എന്താകും സ്ഥിതി? ചുഴലിക്കാറ്റിന്റെ തീവ്രത ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറുകയാണോ ചെയ്യുക? സ്വാഭാവികമായും കാറ്റിന്റെ വേഗം കുറയും. അതായത് കുറച്ച് സമയം അതിന്റെ ഒരു പൂർണ്ണ തോതിൽ ഈ ലാൻഡ്ഫോൾ കൃത്യമായി അതിൻ്റെ പൂർണ്ണ തോതിൽ എത്താൻ ഒരു 4 മണിക്കൂറിലെങ്കിലും അധികം സമയം വേണം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് പുലർച്ചെ വരെ ഈ തരത്തിൽ കാറ്റ് വീശും. പക്ഷെ പിന്നീട് കാറ്റിൻ്റെ തീവ്രത കുറയുകയും ന്യൂനമർദ്ദം ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി തന്നെ തുടരുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ മറ്റൊരു പ്രശ്നമുള്ളത്. അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമ്പോൾ തന്നെ നാളെ രാത്രി വരെ അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചെ വരെയൊക്കെ ചെന്നൈ നഗരത്തിലൊക്കെ വലിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാറ്റ് മാറുകയും അത് ന്യൂനമർദ്ദമായി മാറി മഴയായി പെയ്യുന്നതോടും കൂടി തന്നെ ചെന്നൈ നഗരത്തിലെ ഒരു പ്രശ്നം കാറ്റിനേക്കാൾ ഉപരിയായി അവിടെ മഴ പെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. 2015 നമുക്ക് ഓർമ്മയുണ്ട്, വലിയ പ്രളയം അവിടെ നഗരത്തിൽ ഉണ്ടായിരുന്നു. ചെന്നൈ നഗരമാകെ മുങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഓവർ ബ്രിഡ്ജിന് മുകളിലാണ് ആളുകൾ വാഹനങ്ങൾ നിർത്തിയിട്ട് കുറേയൊക്കെ വാഹനങ്ങൾ സംരക്ഷിച്ചത്. അതിന് സമാനമായി തന്നെ ഇന്ന് ചെന്നൈ നഗരത്തിലെ ഓവർ ബ്രിഡ്ജിന് മുകളിലേക്കൊക്കെ ആളുകൾ വാഹനം കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പലയിടത്തും വെള്ളം കയറുന്നു എന്നുള്ളൊരു പ്രതീതി അവർക്ക് മുന്നിലുണ്ട്. അതിനുള്ള മുന്നൊരുക്കം അവർ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് NDRF-ന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ രക്ഷാദൗത്യം നേരത്തെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും പല സംഘാംഗങ്ങളെ നിർത്തിയിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പല ഭാഗത്തും വൈദ്യുതി ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. നേരത്തെ ചാഞ്ഞു കിടന്നിരുന്ന അല്ലെങ്കിൽ കടപുഴകാൻ സാധ്യതയുള്ള മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടി അത് എല്ലാം ക്ലിയറാക്കി വെച്ചിരുന്നു. എന്തായാലും മുന്നൊരുക്കം ഒരു വശത്തുണ്ട്. കൃത്യമായി തന്നെ കുറച്ചധികം ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട്. ഏതാണ്ട് ജാഫ്നയുടെ 250 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ കാരണമായ ന്യൂനമർദ്ദം ആരംഭിക്കുന്നത്. അത് ദിവസങ്ങളെടുത്താണ് ഇങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കം ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് തീരം തൊട്ട് കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ വരെ വരുന്ന
ഒരു 4 മണിക്കൂറൊക്കെ വളരെ നിർണായകമാണ്. പക്ഷെ അതിനും ശേഷം ഒരു 24 മണിക്കൂറോളം സമയം കാറ്റ് മഴയുണ്ടാകും. ആ മഴയാണ് തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിൽ. ചുഴലിക്കാറ്റ് ഇനി ആന്ധ്രാ തീരത്തേക്കാണോ നീങ്ങുന്നത്? അവിടെയും സമാനമായ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ആന്ധ്രയുടെ തീരത്ത് യാതൊരു തരത്തിലും കാറ്റിന്റെ ആശങ്കയില്ല. പ്രത്യേകിച്ച് തിരുപ്പതി ഉൾപ്പെടുന്ന മേഖലകളിൽ, നെല്ലൂർ ഉൾപ്പെടുന്ന തീരദേശ മേഖലകളിലൊക്കെ കനത്ത മഴയുണ്ട്. ആ മഴ അതുപോലെ തന്നെ തുടരും. അത് തന്നെയാണ് അടുത്ത 24 മണിക്കൂർ അവിടെയും നിർണായകമാണ്. മഴയാണ് അതിലൊരു പ്രധാന പ്രശ്നം. ഈ സൈക്ലോണിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കരഭൂമിയിലേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാറ്റിന്റെ വേഗം കുറഞ്ഞ് അത് അന്തരീക്ഷത്തിൽ സ്വാഭാവികമായ മേഘങ്ങളായി വഴിമാറി അത് മഴ മേഘങ്ങളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ മഴ കൂടുതലായി പെയ്യും. അതിന്റെ എഫക്റ്റ് ഒരു പക്ഷേ കേരളത്തിലും ഉണ്ടാകും. മനസ്സിലാക്കിയിടത്തോളം അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ മഴയുണ്ടാകും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ന്യൂനമർദ്ദം അതേപടി ഇങ്ങോട്ട് എത്തുകയല്ല ചെയ്യുക. അത് കനത്ത മഴയായി അല്ലെങ്കിൽ ഇടവിട്ടുള്ള മഴയായി ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ഇനിയുള്ള സമയങ്ങൾ നിർണായകമാണ് എന്ന് പറയുന്നത് ഈ മഴ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു വലിയ പ്രളയത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അപകടങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.